കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി ദിവ്യയെ പിന്തുണച്ച് ഫേസ്ബുക്ക് വീഡിയോയുമായി പത്തനംതിട്ടയിലെ CPIM നേതാവ് പി ദിവ്യ തെറ്റുകാരിയല്ല, CBI അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായാൽ ഭരണകർത്താക്കൾ ചോദ്യം ചെയ്യുമെന്നും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ പറഞ്ഞു. ഒരു ഭരണാധികാരി തലത്തിൽ പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അവിടെ ഒരാൾ ഒരു പെട്രോൾ പമ്പിന് അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകി. ആ അപേക്ഷ മനഃപൂർവ്വമായി നിരസിക്കുന്നു, അല്ലെങ്കിൽ ആ അപേക്ഷ തീരുമാനമാകാതെ മാറ്റിവെക്കുന്നു. പി ദിവ്യയും അത്തരത്തിലൊരു നിർദ്ദേശമല്ലാതെ മറ്റെന്തെങ്കിലും അനാവശ്യം കാണിച്ചതായി പറയാൻ കഴിയില്ല. പക്ഷേ പി ദിവ്യ നിരന്തരമായി പറഞ്ഞിട്ടും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്ന നവീൻ ബാബു ഒരു സുപ്രഭാതത്തിൽ അതിന് അനുമതി കൊടുത്തത് പി ദിവ്യയെ അറിയും. പക്ഷേ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിലായാലും ഇപ്പൊ CBI അന്വേഷിച്ചാലും എങ്ങനെ ഒരു പരാമർശം കൊണ്ട് മാത്രം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ ഭരണാധികാരികൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് ഇന്നും ഇന്നലെയല്ല, അത് പണ്ട് മുതലേ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നില്ലേ. ഷിജോ കുര്യൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഷിജോ, ആദ്യഘട്ടത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അനുകൂലമായ നിലയിൽ നിലപാടെടുക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. പക്ഷെ ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണല്ലോ ഒരു സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പ്രതികരണം. അസല ആദ്യഘട്ടത്തിലൊക്കെ കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ഒക്കെ ആ കുടുംബത്തിനൊപ്പം പൂർണ്ണമായിട്ട് നിലയുറപ്പിച്ച് നിന്നതാണ്. നമ്മൾ അന്നത് കാണുകയും ചെയ്തതാണ്. എന്നാൽ പുതിയ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ വന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനകത്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ CPIMന്റെ മുതിർന്ന പല നേതാക്കളിൽ നിന്നും അതിനെതിരായിട്ടുള്ള ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ച് നമ്മൾ കണ്ടതാണ്. KK രാഗേഷ് അടക്കം CBI അന്വേഷണത്തിനെതിരെ രംഗത്ത് വന്നതാണ്. അതിന് പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലയിലെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ തന്നെ CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള PB ഹർഷകുമാർ പി ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടും CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ടും ഒരു ഫേസ്ബുക്ക് വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടാണ്. യാത്രയയപ്പ് യോഗത്തിൽ അനുവാദമില്ലാതെ പി ദിവ്യ കയറി ചെന്നു എന്നുള്ളൊരു കുറ്റം മാത്രമാണ് പി ദിവ്യ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ മറ്റൊരു കുറ്റവും ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ദിവ്യ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ദിവ്യ തെറ്റുകാരിയല്ല. CBI അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ല. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായാൽ ഭരണകർത്താക്കൾ അത് ചോദ്യം ചെയ്യും. അത് ഈ കഴിഞ്ഞ മാസങ്ങളിലോ കഴിഞ്ഞ വർഷമോ ഉണ്ടായ സംഭവമല്ല. കാലങ്ങളായിട്ട് അങ്ങനെ ഭരണകർത്താക്കൾ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായാൽ ചോദ്യം ചെയ്യാറുണ്ട്. വൈകാരികമായി പ്രശ്നങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളും ഒരു ജനതയുമാണെന്ന് കേരളത്തിലുള്ളത് എന്നുള്ള ഒരു വിമർശനം കൂടി PB ഹർഷകുമാർ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പി ദിവ്യനെ അനുകൂലിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചതിൽ അതിനൊരു വിമർശനം ഉയർത്തുകയും ചെയ്യുകയാണ് പത്തനംതിട്ടയിലെ CPIM നേതാവ് PB ഹർഷകുമാർ. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. CBI അന്വേഷണ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പി ദിവ്യയെ അനുകൂലിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രംഗത്തെത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.